ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ ഇന്നലത്തെ ബ്ലോക്ക് ബസ്റ്റർ മത്സരമായിട്ടുണ്ടായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആർസണൽ മത്സരത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഒരു കാലത്ത് ഈ ഒരു ഫിക്സ്ചർ ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. അതായത് പാട്രിക് വിയറയും അതേപോലെ തന്നെ റോയ്ക്കിനും അടങ്ങുന്ന മിഡ്ഫീൽഡ്, അവരടക്കി വാണിരുന്ന മിഡ്ഫീൽഡ്, അവർ തമ്മിലുള്ള ഒരു ബാറ്റിൽ, ഒപ്പം വീറും വാശിയും അഗ്രഷനും ഫ്ലൈയിങ് ടാക്കിളുകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ടണലിൽ നിന്ന് തന്നെ യുദ്ധം തുടങ്ങിയിട്ടുള്ള സമയമുണ്ടായിരുന്നു. ആ രീതിയിൽ ഈ രണ്ട് പേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രീമിയർ ലീഗിൽ യുദ്ധമായിരുന്നു. ബാർക്ലേസ് പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയും പരിപാടികളൊക്കെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അത് പിന്നീടും കുറച്ച് കാലം തുടർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഫിക്സറിൻ്റെ അത്ര മൂർച്ചയുള്ള ഒരു കാലഘട്ടത്തിലൂടെ എല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. രണ്ട് ടീമുകളുടെയും ലീഗിലെയൊക്കെ സ്ഥാനങ്ങളിൽ തന്നെയുള്ള വലിയ ഡിസ്റ്റൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മൂർച്ചയില്ല എങ്കിൽ പോലും ഈ ഫിക്സറിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ട് സെറ്റ് ഓഫ് ആരാധകർക്കും ഈ ഫിക്സറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം. അതുകൊണ്ട് തോൽക്കുമ്പോൾ വേദന ഉണ്ടാകും ഈ ഒരു ഫിക്സറിൽ. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ 1-0 എന്നുള്ള സ്കോർ ലൈന് ഓൾഡ് ട്രാഫോർഡിൽ ആർസണലിനെതിരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് എന്താണ് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണെങ്കിൽ പോലും യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം ഈ മത്സരത്തിൽ നിന്ന് കുറേ പോസിറ്റീവ്സുകൾ എടുക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ മത്സരം കഴിയുമ്പോൾ ആർസണലിനെതിരെയുള്ള പരാജയത്തിൻ്റെ ആ ഒരു വേദന ഉണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ കുറേ പോസിറ്റീവ് ചിന്തകളുമായിട്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരിയാണ്, ഓൾ ദാറ്റ് മാറ്റേഴ്സ് 3 points ആണ് എന്ന് പറയുമ്പോൾ പോലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം സീസൺ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് അവരുടെ ശൈലിയിൽ കാണുന്ന മാറ്റം, അവരുടെ ഒരു പാറ്റേൺ ഓഫ് പ്ലേ അവരുടെ ഗെയിമിൽ കാണുമ്പോൾ ഒരു സന്തോഷം, അതേപോലെ തന്നെ അവരുടെ ഇൻറ്റൻറ്റ്, അവർ മൊത്തത്തിൽ ആ ഒരു ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, 3 points അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഓവറോൾ ആ മത്സരത്തിൻ്റെ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും യുണൈറ്റഡ് ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അങ്ങനെയുള്ള ഡിസേർവിങ്ങിൻ്റെയൊക്കെ കാര്യം പറയേണ്ടതായിട്ടില്ല. ഫുട്ബോളാണ്, ജയിച്ചത് ആർസണലാണ്. ആർസണൽ 3 points കിട്ടി. പക്ഷേ ഒബ്വിയസ്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. റെഫറിയിങ് ഡിസിഷനുകളിലെ ചില സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആർസണലിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അതിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പോർട്ടൻറ്റ് 3 points അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ആർട്ടറ്റയുടെ ടീമിൻ്റെ അംബീഷൻ എന്താണ്? ടൈറ്റിൽ അടിക്കുക എന്നുള്ളതാണ് അവരുടെ അംബീഷൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അംബീഷൻ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഫാൻസിന് പോലും ആ രീതിയിലുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഫുട്ബോളാണല്ലോ, എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലിറ്റി അതാണ് വേണ്ടത്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് കാണാനാണ് യുണൈറ്റഡിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ പൈസയൊക്കെ അവർ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരു മെച്ചപ്പെടലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആർസണൽ ടീമിനെ സംബന്ധിച്ചോളം അംബീഷൻ ടൈറ്റിൽ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടൈറ്റിൽ അംബീഷനുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു, ഓൾഡ് ട്രാഫോർഡിലേക്ക് വരുന്നു, 3 pointsമായിട്ട് ഫസ്റ്റ് മത്സരത്തിന് തിരിച്ചു പോകാൻ സാധിച്ചത് അവരെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ അത്ര ടോപ്പായിട്ടാണോ കളിച്ചത്? അല്ല. വൺസ് അഗെയിൻ സെറ്റ് പീസിലാണ് അവർ ഗോൾ അടിച്ചത്. അതിലും കോൺട്രവേഴ്സിയും കാര്യങ്ങളുണ്ട്. ഓപ്പൺ പ്ലേയിൽ നിന്ന് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തോ? ഇല്ല. ഓപ്പൺ പ്ലേയിലെ ക്രിയേറ്റിവിറ്റി ഒരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഫസ്റ്റ് മത്സരമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ആ മിസ്സിംഗ് പീസ് എന്നുള്ള രീതിയിൽ അവർ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രൈക്കറിനെയും ഫസ്റ്റ് മത്സരമായിരുന്നു. ചെങ്ങനെ സംബന്ധിച്ചോളം ഒരു സ്റ്റിങ്കറായിരുന്നു. കാര്യമായിട്ട് ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, ഫസ്റ്റ് മത്സരമായിരുന്നു. അങ്ങനെ ഈ പ്ലെയേഴ്സൊക്കെ ജെല്ല് ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അവർക്ക് 3 points നേടാൻ സാധിച്ചത്, അതും എവേ ഗ്രൗണ്ടിൽ നേടാൻ സാധിച്ചത് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ആർട്ടറ്റ കാണുന്നുണ്ടായിരിക്കുക, ആർസണൽ ഫാൻസ് കാണുന്നുണ്ടായിരിക്കുക. പക്ഷേ ഒബ്വിയസ്ലി ചില വറിയിങ് ഫാക്ടറുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. കാരണം നമ്മൾ അനലൈസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതൊക്കെ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് മറ്റൊന്നുമല്ല, 2011 ഓഗസ്റ്റ് മാസത്തിലാണ് അവസാനമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണലിനെതിരെ ഏതെങ്കിലും ഒരു ലീഗ് മത്സരത്തിൽ 20+ അറ്റംപ്റ്റുകൾ നടത്തുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്സരത്തിൽ അവർ 22 അറ്റംപ്റ്റുകൾ നടത്തി ആർസണലിനെതിരെ. പക്ഷേ അവർക്കൊരു ഗോൾ അടിക്കാൻ സാധിച്ചില്ല, അതേപോലെ തന്നെ ജയിക്കാനും സാധിച്ചില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം 20+ അറ്റംപ്റ്റുകൾ ആർസണലിനെതിരെ നടത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഉൽപ്പന്നമാരും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ഈ ലീഗിൽ ഏത് ടീമിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണെന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പൊസഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു കൂടുതലുണ്ടായിരുന്നു. 61% പൊസഷൻ അവർക്കുണ്ടായിരുന്നു. ഈ 22 ഷോട്ടുകളിൽ 7 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അവർ 9 അറ്റംപ്റ്റുകളാണ് നടത്തിയത്. അവർക്ക് 3 മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റാറ്റ് എന്ന് വെച്ചാൽ ഈ ബോക്സിലുള്ള ടച്ചസുകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ആസ്നേക്കാൾ കൂടുതൽ ടച്ചസ് ഓപ്പോസിറ്റ് ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 36 ടച്ചസ്, 20 മാത്രമേ ആസ്നൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, ഫൈനൽ തേർഡിലെ പാസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം അവർ 95 പാസുകൾ ഫൈനൽ തേർഡിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആ സംബന്ധിച്ചിടത്തോളം 51 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റുകളൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണ്, ഗോൾ ആരടിച്ചു എന്നുള്ളതാണ്. ആ ഗോൾ അടിച്ചത് ആസ്നാണ്. 1-0 സ്കോറിൽ അവർ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ആ ഗോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലാണ് ആ ഗോൾ വരുന്നത്, കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്. അതിലെന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടോ? ഇല്ല. കാരണം ആ സംബന്ധിച്ചിടത്തോളം അവരിതിൽ ഉസ്താദുമാരാണ്. ആ ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം. അതായത് ഗോൾ എങ്ങനെ വേണമെങ്കിലും അടിക്കാം. സെറ്റ് പീസിൽ നിന്ന് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അവരെ സെറ്റ് പീസ് FC എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. അത് ഗോള് എങ്ങനെ വന്നാലും അത് ഗോൾ തന്നെയാണ്. ഗോളിൻ്റെ വാല്യൂവിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം അവർ 2023-2024 സീസൺ തുടങ്ങിയതിന് ശേഷം 31ാമത്തെ കോർണർ ഗോളാണ് അവർ അടിച്ചത്. കോർണറിന് മാത്രം 31 ലീഗ് ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. അതിൽ 2ാം സ്ഥാനത്തിരിക്കുന്നത് ലിവർപൂൾ മാത്രമാണ്. അവർ 20 ഗോളുകളാണ് അടിച്ചിട്ടുള്ളൂ കോർണറിൽ നിന്ന്. അപ്പോൾ 11 ഗോളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിക്കോയോവർ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് പീസ് കോച്ചിനെ സംബന്ധിച്ചോളം ഇതൊക്കെ അദ്ദേഹത്തിന് പൈസ കൂട്ടി മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാറ്റാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ എഫിഷ്യൻ്റാണ് ആസ്നൽ അവരുടെ കോർണറുകളിൽ നിന്ന് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ മറ്റൊരു സ്റ്റാറ്റ് 2020-21 സീസൺ മുതൽ, അതായത് നിക്കോയോവർ അവിടേക്ക് വന്നതിന് ശേഷമുള്ള സ്റ്റാറ്റാണ് പറഞ്ഞത്. മറ്റൊരു സൈഡും സെറ്റ് പീസുകളിൽ നിന്ന് ആസ്നേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. 71 ഗോളുകളാണ്, എക്സ്ക്ലൂഡിങ് പെനാൽറ്റീസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എക്സ്ക്ലൂഡിങ് പെനാൽറ്റീസ് 71 ലീഗ് ഗോളുകൾ ആസ്ന അടിച്ചിട്ടുണ്ട് 2021-22 സീസൺ തുടങ്ങിയിട്ടുള്ള ആ ഒരു സാഹചര്യം മുതൽ. അതിൽ പിന്നെ സെക്കൻഡ് ഇരിക്കുന്നത് ലിവർപൂളാണ്. ലിവർപൂൾ 64, മാഞ്ചസ്റ്റർ സിറ്റി 60. അപ്പോൾ ആ രീതിയിൽ വളരെ എഫിഷ്യൻ്റാണ് അവരുടെ പിന്നെ കോർണർ റുട്ടീനുകളാണെങ്കിലും ഈവൻ ലോങ് ത്രോയിനുകളാണെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ തന്നെ ഇപ്പോൾ ഈ കോർണറിൻ്റെ പുതിയ സ്ട്രാറ്റജി കണ്ടില്ലേ, ആ കോർണർ എടുക്കുന്ന സാഹചര്യത്തിൽ 5 പ്ലെയേഴ്സ് ആ ഒരു എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിൽക്കും. എന്നിട്ട് ആ കോർണർ എടുക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് അങ്ങോട്ട് റഷ് ചെയ്ത് ഉള്ളിലേക്ക് പോകും. ആ രീതിയിൽ കയോസ് സൃഷ്ടിക്കാനാണ്. അവിടെ മൊത്തത്തിലൊരു കയോസ് ഉണ്ടാക്കിയിട്ട് എന്താണ് മാർക്ക് ചെയ്യുന്നവരുടെ കോൺസെൻട്രേഷൻ നില തെറ്റിക്കാനും, അതേപോലെ തന്നെ ബാക്ക് പോസ്റ്റിലൊക്കെ ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആ ഗോൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചർച്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ബെയിൻദീർ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കീപ്പർ ഫൗൾ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. VR ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ റെഫറി പോയിട്ട് സ്ക്രീൻ ചെക്ക് ചെയ്തില്ല. VR ഒബ്വിയസ്ലി പിന്നെ നോക്കിയിട്ടുണ്ടാവും, പക്ഷേ റെഫറിയോട് പോയിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? കോർണർ ബോക്സിലേക്ക് വരുന്നു, ഈ രീതിയിൽ പ്ലെയേഴ്സ് എഡ്ജ് ഓഫ് ദി ബോക്സിനകത്തോട്ട് കയറി വരുന്നുണ്ട്. അവിടെ ഒന്ന് മാറ്റിയാസ് കുഞ്ഞ നമ്മുടെ സുബിമെൻഡിനെ ബെയർ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനാരി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മേസൺ മൗണ്ടിൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നുണ്ട്. സലീബ ആ സംഭവമുണ്ട്. അതേപോലെ തന്നെ ബെയിൻദീർ എന്ന് പറയുന്ന തുർക്കിഷ് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ആൾ 6'6" ഇഞ്ചുകാരനാണ്, നല്ല പൊക്കമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആ ബോൾ വരുമ്പോൾ അത് ഇൻസ്വിങ്ങറാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ അദ്ദേഹം പഞ്ച് ചെയ്ത് കളയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ആ കോർണർ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ആ ഇൻസ്വിങ്ങിങ് ഡെലിവറി ബെയിൻദീറിൻ്റെ അടുത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ പക്ഷേ അവിടെ ഒബ്വിയസ്ലി ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല സലീബ ഈ ബെയിൻദീറിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ സലീബ മൗണ്ട് ഇൻസിഡൻ്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ സലീബയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ചെയ്യുന്നത് വെച്ചാൽ, ബോൾ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ബെയിൻദീറിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്, ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും. അപ്പോൾ അത് ഒരു ഫൗളല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം യുണൈറ്റഡിൻ്റെ ആരാധകർ ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് ചങ്ങായി പിന്നെ ആ ബോൾ തട്ടി മാറ്റുന്നത് നേരെ വലയിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. അത് കലിഫിയോരി ബാക്ക് പോസ്റ്റിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. അങ്ങനെയാണ് ആ ഗോൾ സംഭവിക്കുന്നത്. പക്ഷേ അവിടെ കൃത്യമായിട്ടും അവിടെ ഇംപീഡിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, നല്ല രീതിയിൽ ഗോൾ കീപ്പറിനെ മൊത്തത്തിൽ ബോഡി ഇട്ടിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് സലീബ. പക്ഷേ ആ കൈമ പിടിച്ചാണ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഒരു പ്രധാന ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. അത് ഫൗളല്ലേ എന്നുള്ള ചോദ്യം. അതെന്തുകൊണ്ട് റെഫറി സ്ക്രീനിൽ പോയി നോക്കിയില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. പിന്നെ അവിടെ ഒബ്വിയസ്ലി ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചോളം ഈ സുബിമെൻഡിയുടെ സംഭവം, മാറ്റിയാസ് കുഞ്ഞ സുബിമെൻഡിനെ പിടിച്ച് നിർത്തുന്നത്, അത് വേണമെങ്കിൽ പെനാൽറ്റി കൊടുത്തുകൂടെ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൗണ്ടിനെ ഷർട്ട് പിടിച്ച് വലിച്ചുള്ള സംഭവം നോക്കി കഴിഞ്ഞാൽ അത് ഫൗൾ കൊടുത്തുകൂടെ എന്നുള്ള യുണൈറ്റഡ് ആരാധകർക്ക് ചോദിക്കാൻ പറ്റും. അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കോർണർ നടക്കുമ്പോൾ ആ രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ആ ഒരു ബോക്സിൽ നടക്കാറുണ്ട്. അത് വേറെ കാര്യം, കാരണം കോൺടാക്ട് സ്പോട്ട് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഇവിടെ ഗോൾ കീപ്പർമാർ യൂഷ്വലി പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സിനാരിയോയിൽ ഇത് ആ കൈമ പിടിച്ചാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അത് റീവിസിറ്റ് ചെയ്യണമായിരുന്നു, അറ്റ്ലീസ്റ്റ് സ്ക്രീനിൽ പോയി നോക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അവിടെ
ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടണമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഇൻസിഡൻറ്റുകൾ അത് ഒബ്വിയസ്ലി ഓരോ സെറ്റ് ഓഫ് ഫാൻസിനും ഓരോ രീതിയിലുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ ഗോൾ കീപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സംഭവമാണ് അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ മറ്റൊരു സംഭവം, അങ്ങനെയെങ്കിൽ ഡേവിഡ് റായയുടെ മറ്റൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പിന്നെ കിക്ക് ബോക്സിലേക്ക് വന്നുള്ള സാഹചര്യത്തിൽ ഡേവിഡ് റായ വന്നിട്ട് ഒരു പ്രോപ്പർ കീപ്പർ എങ്ങനെയാണോ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ രീതിയിൽ വന്നിട്ട് പഞ്ച് ചെയ്ത് കളയുന്നുണ്ട്. അവിടെയും ഡെലിക്റ്റ് ആണെന്ന് തോന്നുന്നു, ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ. പക്ഷേ അവിടെ കൈ പിടിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഡിഫറൻസ് ആയിട്ടുള്ള സംഭവം. അവിടെ ഡേവിഡ് റായയുടെ കൈ പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഡേവിഡ് റായ കൃത്യമായിട്ടും ഒരു കീപ്പർ എങ്ങനെയാണോ പഞ്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് മറ്റൊന്ന്, യുണൈറ്റഡിനെ പോലെയുള്ള ഒരു ബിഗ് ക്ലബിൻ്റെ കീപ്പറായിട്ട് അൽത്തായ് ബൈൻഡിയറിനെ പോലെയുള്ള ഒരാളാണോ വേണ്ടതെന്നുള്ളതാണ്. ആളൊരു സെക്കൻഡ് കീപ്പറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ മെയിൻ കീപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒനാനയെ പിന്നെന്താ പറയുക, ട്രസ്റ്റ് ചെയ്യുന്നില്ല ആൾ ആ ഒരു പിന്നെ സ്ക്വാഡിൽ ആ ഒരു നമ്പർ 1 പൊസിഷൻ തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിസേർവിംഗ് ആണെങ്കിൽ മാത്രമേ കൊടുക്കുന്ന രീതിയിലാണ് റൂബൻ അമോറിം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ചോദ്യം, ബോർഡ് മറ്റൊരു കീപ്പറിനെ സൈൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണത്. കാരണം ആ രീതിയിലൊരു ഇൻഡിവിജ്വൽ എറർ ശരിയാണ്. രണ്ട് കാര്യങ്ങളും വേണമെങ്കിൽ നമുക്കവിടെ സംസാരിക്കാം. ഒന്ന്, ബെയിൻഡീർ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകണമായിരുന്നു അവിടെ. അപ്പോൾ റോയ്ക്കിനൊക്കെ പറയുന്ന പോലെ ഇടിച്ചിടണമായിരുന്നു. ആരാണോ അതിൻ്റെ മുമ്പിലുള്ളതൊന്നും വിഷയമില്ല, അവിടെ ഒരു അതോറിറ്റി കാണിച്ച് വെക്കണമായിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ മറ്റൊന്ന്, അവിടെ ഒരു ഫൗൾ കൂടി നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി കീപ്പർ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ മറ്റൊരു ഇൻസിഡൻറ്റ്, ആ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം സംഭവിച്ചിട്ടുള്ള വിവാദം എന്താണെന്ന് വെച്ചാൽ മാറ്റിയാസ് കുഞ്ഞയുടെ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ്, സലീബയുടെ ചാലഞ്ച്, അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി ഈ ഡിസിഷൻ മേക്കിങ്ങിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഇനി കൺസിസ്റ്റൻസി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കീപ്പർമാരുടെ സംഭവത്തിലും ആ കീപ്പറിൻ്റെ ഡിസിഷനിലും അതേപോലെ തന്നെ ഈ മാറ്റിയാസ് കുഞ്ഞയുടെ ഇൻസിഡൻറ്റിലും കൺസിസ്റ്റൻസി കാഴ്ച വെക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. അത് തന്നെയാണ് റൂബൻ അമോറിം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളും ഈ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളത്. ആ ഒരു കീപ്പറുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യം സംസാരിച്ചപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞതെന്ന് വെച്ചാൽ മത്സരത്തിന് ശേഷം നമുക്ക് ഒരുപാട് ബ്രീഫിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും കീപ്പറുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതാണ്, കോളുകൾ ആ രീതിയിലെല്ലാം സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂനിയുടെ ഇൻസിഡൻറ്റ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ കാണുന്നത് പിന്നെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യാണ്. സെക്കൻഡ് ഹാഫിൽ അമാദ് ദിയാലൊക്കെ വന്നതിന് ശേഷം നല്ല രീതിയിൽ ആ ഒരു റൈറ്റ് സൈഡിൽ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അമാദും പിന്നെ എംബൂമൊക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അമാദ് കൃത്യമായിട്ടും ഡെലിക്റ്റിൻ്റെ റണ്ണിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഡെലിക്റ്റ് ഫാൻറ്റാസ്റ്റിക്കാണ് കളിച്ചുള്ളത്. ഡെലിക്റ്റ് ആ ഒരു ഡിഫൻസിൽ നിന്ന് ഡീപ്പ് റണ്ണ് ബോക്സിലേക്ക് നടത്തുന്നു, അമാദ് പീക്ക് ചെയ്യുന്നു. ഡെലിക്റ്റ് അവിടെ നിന്ന് കമ്പോഷറും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യണം. അപ്പോൾ ആ ഷോട്ട് അൺലീഷ് ചെയ്ത് ടാർഗറ്റിലേക്ക് അല്ല പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മാറ്റിയാസ് കുഞ്ഞയുടെ കാര്യത്തിലേക്ക് വന്നുകൂടിയാണ്. മാറ്റിയാസ് കുഞ്ഞ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സലീബ തൻ്റെ പുറകിൽ നിന്ന് വന്നിട്ട് അവിടെ ബോളിനുള്ള കോൺടാക്റ്റാണ് നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ കൃത്യമായിട്ടും കോൺടാക്റ്റ് വെച്ചത് മാറ്റിയാസ് കുഞ്ഞയുടെ കാലുമലാണ്, ബോളിലല്ല കോൺടാക്റ്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ് പറയപ്പെടുന്നത് വെച്ചാൽ ഇനഫ് കോൺടാക്റ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പെനാൽറ്റി കൊടുക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊരു കൺസിസ്റ്റൻസി, ഓക്കെ പെനാൽറ്റി കൊടുത്തില്ല, പക്ഷേ ഈ കൺസിസ്റ്റൻസി അവർ ത്രൂ ഔട്ട് ദ സീസൺ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവിടെ പെനാൽറ്റി കൊടുത്തില്ല, ഓക്കെ, പക്ഷേ മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെനാൽറ്റി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനിയും ഈ സീസണിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫ്യൂരിയസ് നേച്ചർ യുണൈറ്റഡിൻ്റെ ആരാധകരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. കാരണം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഇനി അവർക്കെതിരെ ഈ രീതിയിലുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് റെഫറിങ് ഡിസിഷൻസ്, അതേപോലെ തന്നെ VR ഇൻവോൾവ്മെൻറ്റ്, അതൊക്കെ ഇമ്പ്രൂവ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു സംഭവത്തിൽ. അത്രേ എനിക്ക് പറയാൻ ഉള്ളൂ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇനി ആസ്നലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്നെ സംബന്ധിച്ചിടത്തോളം വിക്ടർ ഗോക്കറിഷ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്പർ 9 ആയിട്ട്. റൈറ്റ് വിങ്ങിൽ സാക്ക, ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെലി, മിഡ്ഫീൽഡിൽ സുബിമെൻഡി, പുതിയ സൈനിങ് ആണ്. സുബിമെൻഡി സ്റ്റാർട്ട് ചെയ്യുന്നു. സുബിമെൻഡിയോടൊപ്പം ഡെക്ലൻ റൈസ്, മാർട്ടിൻ ഒഡിഗാർഡ്. LCM ആയിട്ട് ഡെക്ലൻ റൈസ്, RCM ആയിട്ട് മാർട്ടിൻ ഒഡിഗാർഡ്. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കലിഫിയറി ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കായിട്ട് പിന്നെ വൈറ്റ്, സലീബ, ഗബ്രിയേൽ, കീപ്പറായിട്ട് ഡേവിഡ് റായ. അതിൽ തന്നെ കലിഫിയറി ആ ഒരു ലെഫ്റ്റിൽ നല്ല രീതിയിൽ അറ്റാക്കിംഗ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈവൻ ഇൻസൈഡ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കലിഫിയറി. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഷെഷ്കോ ബെഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എംബൂമോയും മാറ്റിയാസ് കുഞ്ഞയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒപ്പം മേസൺ മൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കസമീറോ, ബ്രൂണോ ഫെർണാണ്ടസ് ഡബിൾ പിവോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിങ് ബാക്കുകളായിട്ട് ഡോർഗു ലെഫ്റ്റ് വിങ് ബാക്കായിട്ട്, റൈറ്റ് വിങ് ബാക്കായിട്ട് ഡാലോ. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ലൂക്ക് ഷോ LCB ആയിട്ട്, RCB ആയിട്ട് ലെനിയോറോ, പിന്നെ ഡെലിക്റ്റാണ് ആ ഒരു CCB ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെലിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ളത്, ഗോൾഡൻ ബോയ് അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ളൊരു ചങ്ങായിയായിരുന്നു, കോപ്പ ട്രോഫി വാങ്ങിയിട്ടുള്ളൊരു ചങ്ങായിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് സംഭവിച്ചില്ല. അതേ സംബന്ധിച്ചോളം ഈവൻ യുവൻറ്റസിലേക്കൊക്കെ പോയിട്ട് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ബയൺ മ്യൂണിക്കിലേക്ക് പോയിട്ടും കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. യുണൈറ്റഡിലേക്ക് വന്നിട്ടും
അത്ര നല്ല സംഭവങ്ങളൊന്നും സോഫാർ നടന്നില്ല. പക്ഷേ ഈ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കാണിച്ചു തന്നുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈവൻ ബോൾ പ്ലേയിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അയാക്സിൻ്റെ അക്കാഡമിയിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അയാക്സിൽ കളിക്കുന്ന സാഹചര്യത്തിൽ വല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയർ എന്ന രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഡെലിക്കിനെ സംബന്ധിച്ചോളം ഒരു സോളിഡ് പെർഫോമൻസാണ് ചങ്ങായി കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു ബീസ്റ്റായിരുന്നു ചങ്ങായി. ബിൽഡപ്പ് ഫേസിലും അതേ സംബന്ധിച്ചോളം അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിൽഡപ്പ് ഫേസിൽ റുബൻ അമോറിമിൻ്റെ സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ബാക്ക് ആ മിഡ്ഫീൽഡിലേക്ക് കയറി നിൽക്കും അല്ലേ, അത് കണ്ടിട്ടില്ലേ? മാത്രമല്ല മറ്റൊരു മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്ത് വരും. ആ രീതിയിലാണ് ബിൽഡപ്പ് ഫേസിൽ അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഇനി അഥവാ പ്രസ് മനോഹരമായിട്ട് വരുന്ന സാഹചര്യത്തിൽ അവർ ലോങ് ബോളുകൾ കൊടുക്കും. ബെയിൻഡിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഡെലിവറീസൊക്കെ ഡീസൻ്റ് ആയിരുന്നു ഈ മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കണതാണ്. അവരുടെ ലോങ് ബോളുകൾ അവർ നല്ല രീതിയിൽ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഹെഡറുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ സെക്കൻഡ് ബോളുകൾ വിൻ ചെയ്യാനുള്ള ശ്രമം യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവരുടെ പ്രസ്സിങ് നല്ലതായിരുന്നു. അവരുടെ അഗ്രഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം റുബൻ അമോറിം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഫിസിക്കാലിറ്റിയുള്ള പ്രശ്നമായിരുന്നു. ശരിയാണ്, മിഡ്ഫീൽഡിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. കാരണം കസമിറയെ സംബന്ധിച്ചോളം ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ടാക്ടിക്കലി ചില പ്രശ്നങ്ങളുണ്ട് ഡീപ്പർ ഏരിയയിൽ കളിക്കുമ്പോൾ, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ രീതിയിൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ആ മിഡ്ഫീൽഡിൽ ഒരു ശരിക്കും നല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ബോൾ ബോംബായിട്ട് കണക്കാക്കാത്ത തരത്തിലൊരു പ്ലെയറിന് ആവശ്യമുണ്ട് വിത്ത് അത്ലറ്റിസം. ആ രീതിയിലുള്ളൊരു പ്ലെയറിന് അവർക്ക് ആവശ്യമുണ്ട്. അത് അവർ സൈൻ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ബലീബ സൈൻ നടക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വേറെ ആരെ സൈൻ ചെയ്യുന്നതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യണം. റുബൻ അമോറിമിന് അത്തരത്തിലൊരു മിഡ്ഫീൽഡറിനെ കൂടി കൊണ്ടെത്തിച്ച് കൊടുക്കണം. അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി ബെറ്റർ ആകാനുള്ള എല്ലാ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡെലിക്റ്റിൻ്റെ പെർഫോമൻസ് വാസ് ടോപ്പ് ക്ലാസ്. ഡെനിയോരോ ഡീസൻ്റ് ആയിരുന്നു, ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. ലൂക്ക് ഷോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. സാക്കയായിരുന്നു ആ ഏരിയയിലുണ്ടായിരുന്നത്. സാക്ക കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ കാര്യമായിട്ടുള്ള ഓവർലാപ്പിംഗ് സപ്പോർട്ട് വൈറ്റിൻ്റെ ഇടുന്ന അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന സിനാരിയോകൾ ഉണ്ടായിരുന്നു. അപ്പോൾ യുണൈറ്റഡ് സംബന്ധിച്ചോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ ഈ മാർട്ടിൻ ഒഡിഗാർഡും അതേപോലെ തന്നെ സുബിമെൻഡിയും ഒക്കെ, സുബിമെൻഡിയൊക്കെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പ് ഫേസിലൊക്കെ ആസനം സഹായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഡിഗാർഡൊക്കെ കുറേ ലൂസ് പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത്ര എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല ഒഡിഗാർഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒഡിഗാർഡ്, സാക്ക, വൈറ്റ് ആ ഒരു സിങ്ക് നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ടുള്ള അറ്റാക്കുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മാർട്ടിനെല്ലിയൊക്കെ വളരെ വളരെ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. കലിഫിയോരി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് യുണൈറ്റഡിനാണ് കൂടുതലും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിലൂടെ യുണൈറ്റഡ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാലോ ആണെങ്കിലും എംബൂം ആണെങ്കിലും ആ ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ യുണൈറ്റഡ് സംബന്ധിച്ചും വളരെ ഡയറക്റ്റ് ആയിരുന്നു. അതായത് കിട്ടുന്ന പാസുകൾ, സൈഡ് വേസ് പാസുകൾ കൊടുക്കാതെ ഡയറക്റ്റ് പാസുകൾക്കുള്ള ശ്രമമാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ബ്രൂണോ ആണെങ്കിലും എംബൂമായി പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈവൻ മാറ്റിയാസ് കുഞ്ഞ വളരെ ഡ്രൈവിംഗ് റണ്ണുകൾ ചങ്ങായി നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ മാറ്റിയാസ് കുഞ്ഞായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള കാര്യം ഓർക്കണം. വളരെ ബ്രേവ് ആയിട്ടുള്ള പെർഫോമൻസാണ് കുഞ്ഞിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. മൗണ്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ഓഫ് ദ ബോൾ ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ആസ്ട്രലിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയിൽ ചങ്ങായി താഴോട്ടിറങ്ങി വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു. പിന്നെ എന്താണ്, നമ്മൾ ഈ മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ ചില മൊമെൻറ്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡിൻ്റെ പ്രസ്സിങ് കാണണമെങ്കിൽ റായയെ പ്രസ് ചെയ്തിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഓൾമോസ്റ്റ് റായ ബോൾ അല്ലെങ്കിൽ പൊസിഷൻ നഷ്ടപ്പെടുന്ന അവസരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പാട്രിക് ഡോർഗുവിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, പോസ്റ്റ് തട്ടി പോയിട്ടുള്ള അറ്റംപ്റ്റ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, അതിൽ ഷോ വളരെ അഗ്രസീവായിട്ട് ബോൾ വിൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ, ആ മൂവിൻ്റെ തുടക്കത്തിൽ യുണൈറ്റഡ് പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വേവേഡ് പാസിങ്ങിലൂടെ. പക്ഷേ ആസ്ട്രലിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. മിഡ്ഫീൽഡിൽ അവർ മിഡ്ഫീൽഡിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തുകയാണ്. അതിനുള്ള കാരണം വെച്ചാൽ ലൂക്ക് ഷോ അഗ്രസീവായിട്ട് കയറി വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ്. അവിടെ സാക്കയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു അഗ്രഷൻ, ആ ഒരു കയറി വന്നിട്ടുള്ള ആ ഒരു ഡിഫെൻഡിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ ബോൾ വിൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ്, ബ്രൂണോ ഫെർണാണ്ടസ് ആണ് തോന്നുന്നു ഡോർഗുനെ റിലീസ് ചെയ്യുന്നത്. അപ്പോഴേക്കും വൈറ്റ് അവിടെ പൊസിഷനിലില്ല. അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് വൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോർഗു അതുമായിട്ട് പോയിട്ട് എന്താണ്, ആൾ പിന്നെ നല്ലൊരു അറ്റംപ്റ്റ് നടത്തി. അത് പോസ്റ്റ് തട്ടി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡോർഗു ആണെങ്കിലും അതുപോലെ തന്നെ ഡാലോ ഒക്കെ ആണെങ്കിലും ബോൾ പിന്നെ ആ ഒരു വൈഡ് ഏരിയയിൽ അതുമായിട്ട് പോകുമ്പോൾ ബോക്സിൽ ഇനഫ് പ്രസൻസ് ഇല്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഡാലോയുടെ അടുത്ത് ബോൾ ഉള്ളപ്പോൾ, അതായത് എംബൂമോ ഡാലോക്ക് പാസ് കൊടുക്കുന്നു. ഡാലോ ഒരു ഓവർലാപ്പിംഗ് റൺ എംബൂമോക്ക് നടത്തി കൊടുത്താണ്. പക്ഷേ അവിടെ ഡാലോ ബോൾ കിട്ടിയിട്ട് നോക്കുമ്പോൾ ബോക്സിൽ ആരുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ശെഷ്കോ വരുമ്പോൾ ആ രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നതിനായിരിക്കും അവർ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു നാച്ചുറൽ നയൻ ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ആ ഒരു അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ആ സംബന്ധിച്ചോളം അവർ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരികളൊക്കെ വേവേഡ് പാസിങ്ങിലൂടെ സ്പോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള
ഒരു കണക്ഷൻ ഫോർവേഡ് പ്ലേയേഴ്സ് തമ്മിൽ ഇല്ലാത്തൊരു സാഹചര്യം, കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. സ്ലോപ്പി ആയിട്ടുള്ള കുറേ പാസിങ്ങൾ ആർസണലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മാറ്റിയാസ് കുന്യ, അദ്ദേഹം ഒരു കിടിലൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചാൽ ആർസണലിൻ്റെ ഒരു അറ്റാക്കാണ്. അപ്പോൾ ഗ്യോക്കരേഷ് ഒരു റൈറ്റ് ചാനലിലേക്ക് നീങ്ങി പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു, മാർട്ടിനൊരു ബൈസിക്കിൾ കിക്കിനുള്ള ശ്രമം നടത്തിയതാണ്. അത് പിന്നെ മാറ്റിയാസ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. മാറ്റിയാസ് കുഞ്ഞ് യുണൈറ്റഡിൻ്റെ ആ ഒരു ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു ടേൺ നടത്തിയിട്ട് ഒരു പോക്കാണ്. അതായത് മിഡ്ഫീൽഡിലെ ഹൃദയഭാഗത്തിലൂടെ അദ്ദേഹം പോവുകയാണ്. ആർസണൽ പ്ലേയേഴ്സ് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹം പോയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബോൾ ക്യാരി ചെയ്ത് പോയിട്ട് അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്നില്ല. അവിടെ ചെറിയ തോതിൽ എലമെൻറ്റ് ഓഫ് ലക്കൊക്കെ ഉണ്ട്. ആ ബോൾ റിക്കഷേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ വന്നിട്ടുള്ള സാഹചര്യം. പക്ഷേ ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രൈവ് ചെയ്ത് റൺ ചെയ്ത് പോകാനുള്ള ഒരു ഇൻറ്റൻറ്റ്, അങ്ങനെ അദ്ദേഹം പിന്നെ കീപ്പറുടെ അടുത്ത് എത്തിയിട്ട് ഷോട്ട് അടിച്ചു. പക്ഷേ ആ ഷോട്ട് അടിക്കുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടായില്ല. കാരണം വെച്ചാൽ അമ്മത് റൺ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഞ്ഞിയുടെ ആ ഒരു ഡ്രൈവിംഗ് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ കുഞ്ഞിയുടെ മറ്റൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ളത്. അവിടെയും ഡെക്ലൻ റൈസൊക്കെയാണ് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്, നടക്കുന്നില്ല. ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വളരെ ഡിഫിക്കൽട്ടായ ആംഗിളിൽ നിന്ന് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തി. പക്ഷേ ഡേവിഡ് റായ സേവ് ചെയ്യാണ്. ഡേവിഡ് റായ ഒരു ഫാന്റാസ്റ്റിക് കീപ്പറാണ്, ഒരു വേൾഡ് ക്ലാസ് കീപ്പറാണ് റായ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ 1-0 മാച്ച് യുണൈറ്റഡ് പുറകിൽ പോകുന്നു. പക്ഷേ കുറേ നല്ല സൈനുകൾ നമുക്ക് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്താണ് ഒരു ഗെയിം ചേസ് ചെയ്യുന്നൊരു സിനാരിയോ ആണ്. ഇനി ഡാലോയുടെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടും റുബൻ അമോറിമിന് അറിയാമായിരുന്നു. ഡാലോ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പകരം അമാദ് വരുന്നു. അമാദ് വന്നതോടുകൂടി അമാദ് എംബൂമോ ആ ഒരു കോമ്പിനേഷൻ ആ റൈറ്റ് സൈഡിൽ കിടലായിട്ട് പ്രവർത്തിക്കുന്നു. അമാദ് ടേക്ക് ഓണുകൾ നടത്തുന്നു. അമാദ് കട്ടിൻ സൈഡിൽ വരുന്നു. അമാദ് ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമാദ് കുറേ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആണ് നമുക്ക് അമാദ് ഡാലോയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ചില മത്സരങ്ങളിലൊക്കെ എന്താണ് ആ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് നടത്താതെ ഒരു ഡാലോ ഒരു ഡിഫൻഡറാണല്ലോ, റൈറ്റ് ബാക്ക് ആണല്ലോ, പക്ഷേ ഒരു വിങ്ങറിനെ വിങ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ രീതിയിൽ അമാദ് ഡാലോ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പല മത്സരങ്ങളെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ ലോ ബ്ലോക്കിലിരിക്കുന്ന ടീമുകൾക്കെതിരെ യുണൈറ്റഡിന് പൊസിഷൻ ഇതിലും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആർസണൽ ആ രീതിയിൽ വളരെ കോമ്പാക്റ്റ് ആണല്ലോ ഡിഫെൻസീവ്ലി അവന്മാർ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു. അമാദ് ഡാലോ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലെ ചില മൊമെൻറ്റുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ ബ്രൂണോയുടെ ഒരു കിടിലൻ സംഭവം ഉണ്ടായിരുന്നു. ബെയിൻദീറിൻ്റെ ഒരു ക്ലിയറൻസ് ബ്രൂണോയുടെ അടുത്തേക്ക് എത്തുന്നു യുണൈറ്റഡിൻ്റെ ഏരിയയിൽ. അദ്ദേഹം അത് ഒരു ടച്ചിൽ അദ്ദേഹം കൺട്രോളിലാക്കുകയാണ്. അതായത് ബോൾ നിലത്ത് കൂടെ അല്ല വരുന്നത്, എയറിലാണ് വരുന്നത്. പക്ഷേ ആ ഒരു നീ ഹൈറ്റിലാണ് വരുന്നത്. അത് ആൾ കൺട്രോൾ ചെയ്തിട്ട് ഉടനെ തന്നെ എംബൂമോടെ റണ്ണ് പിക്ക് ചെയ്യാനുള്ള ത്രൂ ബോൾ കൊടുക്കുകയാണ്. പക്ഷേ അവിടെ സലീബയാണോ ഗബ്രിയലാണോ എന്നുള്ള അറിയില്ല, കൃത്യമായിട്ടും അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എംബൂമയെ. പക്ഷേ ഫാന്റാസ്റ്റിക് ടച്ചും സംഭവമായിരുന്നു അവിടെ ബ്രൂണോയുടെ ഭാഗം നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ബെയിൻദീർ മറ്റൊരവസരത്തിൽ കുഞ്ഞ് ഡ്രോപ്പ് ചെയ്തിട്ട് വരികയാണ് താഴേക്ക്. അപ്പോൾ ഈ കുഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ബെയിൻദീറിൻ്റെ ബോളിലുള്ള കുഞ്ഞിൻ്റെ ടച്ച്, എന്നിട്ടുള്ള ടേൺ, എന്നിട്ട് അതുമായിട്ടൊരു പോക്കാണ്. ബ്യൂട്ടിഫുൾ സാധനം. അതിന് ശേഷം തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ബോക്സിൻ്റെ റൈറ്റിലേക്ക് റൺ ചെയ്യുന്ന എംബൂമയെ പിക്ക് ചെയ്യുന്ന എംബൂമ അവിടെ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അമാദ് ഡാലോയും കൂടെ ഉണ്ട്. അപ്പോൾ അമാദ് ഡാലോയും എംബൂമയും കൂടെ ഒരു മിക്സപ്പ് സംഭവിക്കുന്നു. അത് കൃത്യമായിട്ടും ഷോട്ടൊക്കെ അവിടെ ആർസണൽ ബ്ലോക്ക് ചെയ്യണം. ആർസണൽ ഡിഫെൻഡിങ്, ബോക്സിൽ ഡിഫെൻഡിങ് ഒക്കെ ഫാന്റാസ്റ്റിക് ആണ്. അവന്മാരുടെ ഡിഫെൻഡിങ്ങിന് കൈയ്യടി കൊടുത്തേ മതിയാവുള്ളൂ. ഗബ്രി ആണെങ്കിലും സലീബ ആണെങ്കിലും അതിലൊക്കെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഈ കുഞ്ഞയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും അതിൻ്റെ ഡ്രൈവിംഗ് റണ്ണൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നുള്ളൊരു ഒരു മൊമെൻറ്റ്, അതിന് മുമ്പുള്ളായിരുന്നൊരു മൊമെൻറ്റ് ഒരു ഹെഡഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ യുണൈറ്റഡ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തി. പക്ഷേ ഉടനെ തന്നെ അത് എനിക്ക് തോന്നുന്നത് ഒഡിഗാർഡിൻ്റെ ടച്ചാണോ സുവിൻ്റെ ടച്ചാണോ എന്നുള്ളതാണ്. എന്തായാലും ഒരു വളരെ ഹെവി ടച്ചായിരുന്നു. അപ്പോൾ ബ്രൂണോ അവിടെ നിന്ന് പൊസിഷൻ വിൻബാക്കിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അഗ്രഷൻ നമ്മൾ കാണാണ്. പൊസിഷൻ വിൻബാക്കിയതിന് ശേഷം അവിടെ ഡെലിറ്റിലേക്കാണ് ബോൾ ചെയ്യുന്നത്. ഡെലിറ്റ് വൺ ടച്ചിൽ ആ പാസ് ഫസ്റ്റ് ടൈം മാറ്റിയാസ് കുഞ്ഞ കൊടുക്കുകയാണ്. മാറ്റിയാസ് കുഞ്ഞ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുകയാണ്. കുഞ്ഞ അതുമായിട്ട് ഒന്ന് മുമ്പോട്ട് പോയിട്ട് തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന ഡോർഗുവിനെ പിക്ക് ചെയ്യാൻ. ഡോർഗു ആ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഡോർഗുവിൻ്റെ ക്രോസ് വാസ് ബ്യൂട്ടിഫുൾ. എംബൂം അവിടെ ഹെഡർ മനോഹരമായിട്ട് ഹെഡ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഡേവിഡ് റായ സേവ് ചെയ്യാണ്, കംഫർട്ടബിളായിട്ട് സേവ് ചെയ്യാണ്. പക്ഷേ അത്ര കംഫർട്ടബിൾ സേവ് അല്ല അത്. അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് ഫാന്റാസ്റ്റിക് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. രണ്ട് കൈയും നീട്ടിട്ട് ചങ്ങായി അത് സേവ് ചെയ്യാണ്. അതാണ് ടോപ്പ് കീപ്പറാണ് ഡേവിഡ് റായ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധ്യതയൊന്നും ആർസണൽ ഓപ്പൺ പ്ലേയിൽ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള വിക്ടർ ഗ്യോക്കരേഷ്, ആളെ സംബന്ധിച്ചിടത്തോളം വെൽക്കം ടു പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ വെൽക്കം ബാക്ക് ടു ഇംഗ്ലണ്ട് എന്നുള്ള തരത്തിലുള്ള
ഒരു മെസ്സേജാണ് മാച്ച് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം. 2023 ഏപ്രിലിൽ കോവൻട്രിക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കളിക്കുന്ന സാഹചര്യമാണ് അവസാനമായിട്ട് വിക്ടർ ഗ്യോക്കെരസ് ഏതെങ്കിലും ഒരു ലീഗ് മത്സരത്തിൽ ഒരു ഷോട്ട് പോലും അടിക്കാതിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആൾ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് വന്നപ്പോൾ, അന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു, ഇപ്പോൾ പ്രീമിയർ ലീഗ് ഫുട്ബോളാണ്, വീണ്ടും ഒരു ലീഗ് മത്സരത്തിൽ ഒരു ഷോട്ട് അടിക്കാതിരുന്നിരിക്കുകയാണ്. ഒരൊറ്റ അറ്റംപ്റ്റ് പോലും അതിന് നടത്താൻ സാധിച്ചില്ല. ഒരു അവസരത്തിൽ അദ്ദേഹം ആ ഒരു ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടച്ച് അദ്ദേഹത്തിനെ പണ്ടാറടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ അതിന് കാര്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആ സംബന്ധിച്ചോളം ഓപ്പൺ പ്ലേയിലുള്ള അവരുടെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സ്ട്രൈക്കറിനെ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ആദ്യത്തെ മത്സരമാണ്, പുതിയ ടീമിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ സിങ്ക് ആകാൻ സമയമെടുക്കുമായിരിക്കും. പക്ഷേ വളരെ ബൾക്കിയറായിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് കൊടുക്കാം അല്ലേ, അതാണ്. മാത്രമല്ല യുണൈറ്റഡ് സംബന്ധിച്ചുള്ള അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിക്റ്റ് നന്നായിട്ട് ഗ്യോക്കെരസിനൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലൂക്ക് ഷോ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഗ്യോക്കെരസിനെ സംബന്ധിച്ചോളം ഒരു ടഫ് ഡെബ്യൂ ആയിരുന്നു. പക്ഷേ ആസൻ ഫാൻസിനെ സംബന്ധിച്ചോളം ആലോചിക്കേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് മത്സരമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം ചങ്ങായിക്ക് പുതിയ ടീമിൽ സെറ്റിൽ ആവാനൊക്കെ ആയിട്ട്. പകരം 60ാമത്തെ മിനിറ്റിൽ കായ് ഹാവർട്സ് വരുന്നു. കായ് ഹാവർട്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഗ്യോക്കെരസിനേക്കാൾ കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എന്തായാലും അതൊരു ഒരു സംഭവമായിരുന്നു. പിന്നെ ആ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ പ്ലേയിൽ നിന്ന് അവർ പിന്നെ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിമാണ്. ഭയങ്കര ഓപ്പണായപ്പോൾ ഗെയിം ഭയങ്കരമായിട്ട് ഓപ്പൺ ആയല്ലോ. കാരണം യുണൈറ്റഡ് ആ രീതിയിൽ ഈക്വലൈസിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് അവർക്ക് പിന്നെയും കുറച്ച് എങ്കിലും ഓപ്പൺ പ്ലേയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്നത്. അത് ഒന്ന് ഒഡിഗാർഡിൻ്റെ ബ്യൂട്ടിഫുൾ പാസ് നമ്മൾ സാക്ക കൊടുത്ത് നമ്മൾ കണ്ടു. ആ സാക്കയുടെ ഷോട്ട് പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നത് ഡെലിക്റ്റാണ്. ഫാൻറ്റാസ്റ്റിക് ബ്ലോക്ക്, വൺസ് അഗെയിൻ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് ഡെലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു അവസരം എന്ന് പറഞ്ഞാൽ സാക്ക ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ, അതായത് മാർട്ടിനെലി ഹാഡ് എ സ്റ്റിങ്കർ, മാർട്ടിനെലിനെ മാറ്റുന്നു, പകരം പിന്നെ മധൂക്കേനെ കൊണ്ടുവരുന്നു. മധൂക്കെ ലെഫ്റ്റിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മധൂക്കെ വന്നതോടിട്ട് ഇടയ്ക്ക് അവരുടെ ആ ഒരു പൊസിഷനിൽ ഇൻ്റർചേഞ്ചിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സാക്ക ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അവസരത്തിൽ സാക്ക അവിടെ നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് പിന്നെ ഡ്രിബിൾ ചെയ്തിട്ട് അവിടെ നിന്ന് ക്രോസ് കൊടുക്കുന്നു. മധൂക്കയെ സംബന്ധിച്ചോളം അദ്ദേഹം അത് മിസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലൂയിസ് കെല്ലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർട്ടറ്റ കലിഫ്യൂരിക്ക് പകരമായിട്ട്. അപ്പോൾ ഇവിടെ ഈ മധൂക്കനെ സംബന്ധിച്ചോളം കൂടുതലും ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ അമാദ്യാലാണെങ്കിലും എംബുമാണെങ്കിലും ആ ഒരു ഏരിയയിലൂടെ പ്രശ്നം സൃഷ്ടിക്കല്ലേ. അപ്പോൾ കൂടുതൽ ലെഫ്റ്റ് വിങ് ബാക്കിനെ പോലെ ഡിഫെൻഡ് ചെയ്യേണ്ട പണിയായിരുന്നു മധൂക്കയ്ക്ക് ഉണ്ടായിരുന്നത് കൂടുതലും. അതിനുള്ള ഒരു കാരണം വെച്ചാൽ ഈ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന ലൂയിസ് കെല്ലി ആണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അവിടെ കളിക്കുന്ന മിഡ്ഫീൽഡർക്കും താഴോട്ട് ഇറങ്ങി വരണം, ഒരു ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ സപ്പോർട്ട് കിട്ടണം, അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ് ബാക്കിനെ പോലെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മധൂക്കയ്ക്ക്. അപ്പോൾ ആ രീതിയിൽ യുണൈറ്റഡ് ശരിക്കും പിൻബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ്നലിനെ. പക്ഷേ ആസ്നൽ ഇത്തരത്തിൽ സഫർ ചെയ്യാൻ റെഡിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസീവ്ലി അവർ ഓക്കെയാണ് ഇത്തരത്തിലുള്ള സിനാരികളൊക്കെ കടന്നു പോകാനുള്ളത്. ആ രീതിയിൽ റെസിലിയൻ്റ് ആണ് ആസ്നൽ സൈഡ് എന്നുള്ള കാര്യം പറഞ്ഞാൽ. ആ രീതിയിൽ ഡിഫെൻസീവ്ലി വളരെ ഓർഗനൈസ്ഡ് ആണ്, വളരെ സ്റ്റബോണാണ് ഈ ആസ്നൽ സൈഡ്. ആ രീതിയിൽ ആർട്ടറ്റ ടീമിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലി ഓവർ സ്റ്റബൺ ആകുമ്പോൾ, ഡിഫെൻസീവ്ലി അവർ ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ക്രിയേറ്റിവിറ്റിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കൂടുതലും അവരുടെ അറ്റംപ്റ്റുകൾ വരുന്നത് സെറ്റ് പീസുകളിൽ നിന്നാണ്. ശരിയാണ്, സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ അടിക്കാൻ സാധിച്ചാൽ എവറി ഗെയിം അവർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചാൽ നോ പ്രോബ്ലം. പക്ഷേ സ്റ്റിൽ അവിടെയുള്ള പ്ലേയേഴ്സിൻ്റെ ടാലൻ്റൊക്കെ വെച്ചിട്ട് അവർ കുറേ കൂടി ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ സാക്കയൊക്കെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള സിനാരിയോകൾ ഉണ്ടാകാൻ പാടില്ല. സാക്കയ്ക്ക് കുറേ സപ്പോർട്ട് ആവശ്യമുണ്ട് ആ ഒരു വിങ്ങിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഡേഗാർഡ് കുറച്ചുകൂടെ കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ഗെയിം അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെക്ലൻ റൈസ് സംബന്ധിച്ചിടത്തോളം ഓക്കെ ഗെയിമായിരുന്നു ആ ഒരു LCM റോളിൽ. അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് മെറീനോയെ കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ചേഞ്ചും ആർട്ടറ്റ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിലേക്ക് ഉഗാർത്തി വന്നപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഉഗാർത്തിയൊക്കെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ബാക്ക് പാസ് ഒക്കെ ഉണ്ടായിരുന്നു ഉഗാർത്തിയുടെ. ഒന്നും നോക്കാണ്ട് നേരെ കായ് ഹാവേർട്സിന് ബാക്ക് പാസ് കൊടുക്കുന്നിട്ട് അത് ഹാരി മഗ്വയർ വന്നിട്ടുണ്ടായിരുന്നു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം, അവസാനത്തെ 10 മിനിറ്റ് കളിക്കാനായിട്ട്. കാരണം ബോക്സിലേക്ക് ക്രോസ് ഇടാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹാരി മഗ്വയർ ഫസ്റ്റ് തന്നെ കായ് ഹാവേർട്സിനെ വലിച്ചിട്ട് യെല്ലോ കാർഡ് മേടിച്ചു. അവിടെ മേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെല്ലോ കാർഡ് കൊടുത്തില്ല, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ രീതിയിൽ ഒട്ടും അവയർനെസ് ഇല്ലാണ്ടാണ് ഉഗാർത്തെ കളിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്യണം. എന്തായാലും യുണൈറ്റഡിന് അവിടെ മറ്റൊരു അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കസമീറെ സംബന്ധിച്ചോളം ആൾ ഡീസൻ്റ് ആയിരുന്നു. ടാക്കിളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എംബോമയെ റിലീസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ. പക്ഷേ അഗൈൻ യുണൈറ്റഡ് സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ്, അവിടെ അപ്ഗ്രേഡ് വേണം. അപ്ഗ്രേഡ് ഇല്ലാതെ പരിപാടി നടക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉഗാർത്തേക്ക് പകരം മെയിനൂനൊന്നും കൊണ്ടൊന്ന് നോക്കാമായിരുന്നു അല്ലേ. കുറച്ചുകൂടെ ബോളിന് ബോംബായിട്ട് കാണാത്ത തരത്തിലുള്ള ചങ്ങയാണ് മെയിനു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അമോരിയും ചിന്തിക്കുന്നത് പുള്ളിക്കാരനെ അറിയുള്ളൂ. പിന്നെ ബെഞ്ചമിൻ ഷെഷ്കോയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു 20-25 മിനിറ്റ്സ് ഞങ്ങൾക്ക് കിട്ടി. ബെഞ്ചമിൻ ഷെഷ്കോ സമയമെടുക്കും. അഗൈൻ ഗ്യോക്കെരസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ
ഗ്യോക്കറസിനേക്കാൾ കൂടുതൽ ഇൻവോൾവ് ആയിരുന്നു ബെഞ്ചമിൻ ഷെഷ്കോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുടെ ബോക്സിൽ ഒരു സാഹചര്യത്തിൽ അതിലേക്ക് ബോൾ വന്നപ്പോൾ അതിനെ ഒരു ടച്ച് ഇത്തിരി ഹെവി ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു ഷോട്ടൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു ഹെഡർ സംഭവം ഉണ്ടായിരുന്നു, അത് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നു. എംബൂമിനോളം മറ്റൊരു അക്രബാറ്റിക് എഫേർട്ടും ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് ജസ്റ്റ് പുറത്തേക്ക് പോയി. അപ്പോൾ ഷെഷ്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ എന്താണ് സമയം എടുത്തു കഴിഞ്ഞാൽ ആ ടീമിൽ കൂടുതൽ സിങ്ക് ആകാനുള്ള എല്ലാ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഗ്യോക്കറസിൻ്റെ കാര്യവും സിങ്കായേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ആളുടെ ബെസ്റ്റ് സ്പോർട്ടിങ്ങിലൊക്കെ കളിക്കുമ്പോൾ കാഴ്ചവെച്ചുള്ളത് കൂടുതൽ സ്പേസിലേക്ക് റൺ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിന് ബെസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള അവസരങ്ങൾ എത്രത്തോളം ഇവിടെ ആസിൽ കിട്ടുന്നുള്ളത് കണ്ടിരുന്ന ഒരു സംഭവമാണ്. ആസിൽ കൂടുതലും ആസിനെതിരെ കളിക്കുന്ന സൈഡുകൾ പിന്നെ ലോ ബ്ലോക്കിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ അത് ലോ ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ ടൈറ്റ് സ്പേസിൽ എങ്ങനെ വർക്ക് ചെയ്യും ഗ്യോക്കറസ് എന്നുള്ള കണ്ടിരേണ്ട ഒരു സംഭവമാണ്. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഗെയിം അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓവർ അനലൈസ് ചെയ്യേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ ആസം ഫാൻസ് സംബന്ധിച്ചോളം 3 പോയിൻറ്റ്സിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. യുണൈറ്റഡ് ഫാൻസ് സംബന്ധിച്ചോളം തോറ്റതിന് വിഷമമുണ്ടെങ്കിലും പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നത് കൺസിഡർ ചെയ്യുമ്പോൾ അവർ ഓക്കെ. കാരണം വെച്ചാൽ അവർ കുറേ കൂടി ഷാർപ്പറായിട്ട് കുറേ കൂടി ഫിറ്ററായിട്ട് കണ്ടു. പക്ഷേ അഗെയിൻ ഇനി കാണേണ്ടതായിട്ടുള്ളത് ഈ പാർക്ക് ദ ബസ് നടത്തുന്ന ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡുകൾക്കെതിരെ എങ്ങനെയായിരിക്കും യുണൈറ്റഡ് കളിക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറേ കൂടി സ്പേസ് ഉണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ. ശരിയാണ്, ആസ്ട്രൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു, പക്ഷേ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു യുണൈറ്റഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ സ്പേസ് ഇല്ലാത്ത സൈഡുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഫുള്ളായി ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡുകൾക്കെതിരെ എങ്ങനെ കളിക്കുന്നത് കണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ആസ്ട്രൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചാമ്പ്യന്മാരാകണമെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ജയിക്കേണ്ടതായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എവേ ഡേകളിൽ ജയിക്കേണ്ടതായിട്ടുണ്ട്. അത്ര ടോപ്പ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാണ്ടെയും ജയിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. സംബന്ധിച്ചിടത്തോളം ഗെയിം 1 കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും എന്ന് തന്നെയാണ് ആസ്ട്രൽ ഫാൻസ് വിചാരിക്കുന്നുണ്ടാവുക. എന്തായാലും ഓപ്പൺ പ്ലേയിൽ നിന്നുള്ള അവരുടെ ക്രിയേറ്റിവിറ്റി ഏത് രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. എവരിച്ചിയസെ സ്പേഴ്സിലേക്കാണ് പോകുന്നത്, അതിന് പകരം ആസിലേക്ക് വന്നിരുന്നെങ്കിൽ അത് ആസിന് കുറേ കൂടി ഗുണം ചെയ്തേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിവാദങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായം നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.